നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഹീലുള്ള ചെരുപ്പ് ഇട്ടുകൊണ്ട് നടന്നാൽ കാലിൻ്റെ വേദന കൂടുമോ കുറയുമോ? മിക്കപ്പോഴും വേദന കൂടും എന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ കാലിൻ്റെ ചില വേദനകൾ മാറുന്നതിന് ഹീലുള്ള ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് അക്കില്ലസ് ടെൻഡിനൈറ്റിസ്. എന്താണ് ഈ അക്കില്ലസ് ടെൻഡൻ? അപ്പോൾ നമ്മുടെ മുട്ടിൻ്റെയും കാലിൻ്റെ കുഴയുടെയും ഇടയ്ക്കുള്ള ഭാഗം, അപ്പോൾ ആ ചെറുതുട എന്നും ആ കണങ്കാലിന് മുകളിലുള്ള ഭാഗം എന്നൊക്കെ മലയാളത്തിൽ പറയും. കാഫ് മസിൽ എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് കാഫ് മസിൽ. ഈ കാഫ് മസിലിൻ്റെ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ടെൻഡൻ ഈ ഉപ്പൂറ്റിയുടെ അവിടെയുള്ള എല്ലിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും. ആ കാഫ് മസിൽ ഉപ്പൂറ്റിയുടെ അവിടേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗത്തിന് പറയുന്ന പേരാണ് അക്കില്ലസ് ടെൻഡൻ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെൻഡനുകളിലൊന്നാണ് ഈ അക്കില്ലസ് ടെൻഡൻ. കാല് പൊക്കുകയും താത്തുകയും ചെയ്യുമ്പോൾ, സ്റ്റെപ്പൊക്കെ നമ്മൾ കയറുമ്പോഴൊക്കെ നമ്മളെ കയറാനും ഇറങ്ങാനും ഒക്കെ സഹായിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ഈ അക്കില്ലസ് ടെൻഡനാണ്. ചിലപ്പോഴൊക്കെ ഈ അക്കില്ലസ് ടെൻഡൻ്റെ അവിടെ ആളുകൾക്ക് വേദന വരാം. ഈ പടത്തിൽ കാണുന്നത് പോലെ ചിലപ്പോൾ കുറച്ച് നീര് പോലെ തടിച്ചു വരികയും ചെയ്യാം. വേദന ചികിത്സിക്കാതെ ശ്രദ്ധിക്കാതെ കുറേ നാൾ വിടുമ്പോഴാണ് ഇങ്ങനെ തടിച്ചൊക്കെ വരിക. അങ്ങനെ ഈ അക്കില്ലസ് ടെൻഡൻ്റെ അവിടെ വരുന്ന വേദന, നീര്, തടിപ്പ് ഇവയെ ചേർത്ത് വിളിക്കുന്ന പേരാണ് അക്കില്ലസ് ടെൻഡനൈറ്റിസ്. ആരിലാണ് ഇത് കൂടുതലായി ഉണ്ടാവുക? അധികകാലമൊക്കെ വ്യായാമം ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് ഒത്തിരി എക്സർസൈസ് ചെയ്യുന്നവർ, അമിതഭാരം കാരണം ഈ അക്കില്ലസ് ടെൻഡൻ്റെ അവിടെ സ്ട്രെയിൻ കൂടുതൽ വരുന്നവർ, ഒത്തിരി നേരം നിന്ന് ജോലി ചെയ്യുക, ഒത്തിരി നേരം സ്റ്റെപ്പ് ഓടി കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യേണ്ടി വരിക, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ, പിന്നെ വളരെ ആക്റ്റീവായി ചില സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ, ബാസ്ക്കറ്റ് ബോൾ, ഈ ഉപ്പൂറ്റിയിലൊക്കെ കുത്തി പൊങ്ങിയായിരിക്കുമല്ലോ ബാസ്ക്കറ്റ് ബോൾ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ബോളൊക്കെ ഇടുന്നത്. ഇപ്പം ബാസ്ക്കറ്റ് ബോൾ, ഫുട്ബോൾ പോലെ വളരെ ആക്റ്റീവ് സ്പോർട്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ അക്കില്ലസ് ടെൻഡനൈറ്റിസ് വരാം. പിന്നെ പ്രായം കൊണ്ടുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, വാദം പോലെയുള്ള അസുഖങ്ങൾ, ഇവയുള്ള ആൾക്കാരും അക്കില്ലസ് ടെൻഡനൈറ്റിസ് ഉണ്ടാകാൻ പ്രോണായിരിക്കും. എന്താണ് അക്കില്ലസ് ടെൻഡനൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങൾ? ഞാൻ ഈ പറഞ്ഞ പോലെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ മുകളിലായി, ഈ കണങ്കാലിൻ്റെ പുറകിലായി, ആ ആങ്കിൾ ജോയിൻറ്റിൻ്റെ പുറകിലായിട്ട് അവിടെ വേദന വരിക, തൊട്ടാൽ ടെൻഡർനെസ് ഉണ്ടാവുക, തടിപ്പ്, നീര് വരിക. അങ്ങനെയുള്ള ആളുകൾക്ക് ഇരുന്നിട്ട് എണീക്കുമ്പോൾ, സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഭയങ്കരമായ വേദനയായിരിക്കും. നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. എത്ര നടക്കുന്നോ അതിനനുസരിച്ച് വേദന കൂടുകയും ചെയ്യും. ഈ അക്കില്ലസ് ടെൻഡനൈറ്റിസ് വന്നാൽ അത് എങ്ങനെയാണ് രോഗം അതാണെന്ന് കൺഫേം ചെയ്യുക? രോഗലക്ഷണം കൊണ്ട് തന്നെ വളരെ ടിപ്പിക്കലായ സ്ഥലത്തുള്ള വേദന, അവിടെ ഞെക്കിയാൽ വേദനയുണ്ടാവും. നമ്മളുടെ കാലിൻ്റെ പത്തി പുറകോട്ടേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുവാണെങ്കിൽ ആ സമയത്ത് ഈ ടെൻഡൻ വലിയുന്നു എന്നുള്ളതുകൊണ്ട് അസഹനീയമായ വേദനയുണ്ടാകാം. പിന്നെ ചിലപ്പോഴൊക്കെ അവിടെ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ നമ്മളൊരു എക്സ്റേയോ അൾട്രാസൗണ്ടോ ഒക്കെ ചെയ്തേക്കാം. പിന്നെ എല്ലാ ടെൻഡിനൈറ്റിസും ആർത്രൈറ്റിസും ഉള്ള രോഗികൾക്ക് രക്തത്തിലെ ESR, യൂറിക് ആസിഡ്, ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷെ വാദം പോലെയുള്ള അസുഖങ്ങളെക്കാളൊക്കെ വെയർ ആൻഡ് ടയർ എന്ന് വെച്ചാൽ ഉപയോഗത്തിൻ്റെ ഭാഗമായി, അതല്ല എങ്കിൽ വെയിറ്റ് കൂടുന്നത് കൊണ്ട്, ഭയങ്കരമായ എക്സർസൈസിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് മിക്കപ്പോഴും അക്കില്ലസ് ടെൻഡനൈറ്റിസ് ഉണ്ടാകാറ്. അക്കില്ലസ് ടെൻഡനൈറ്റിസ് ഉണ്ടായാൽ അതിൻ്റെ ചികിത്സ എന്താണ്? തുടക്കത്തിലെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡോസ് പെയിൻ കില്ലർ, NSAIDs മരുന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ, പിന്നെ കാലിന് കുറച്ച് വിശ്രമം കൊടുക്കുകയും ചെയ്യുവാണെങ്കിൽ അത് പെട്ടെന്ന് മാറിപ്പോയേക്കാം. കാലിൻ്റെ ഉപ്പൂറ്റി പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ, എന്ന് വെച്ചാൽ ഹീലുള്ള ചെരുപ്പുകൾ, കൂർത്ത ഹീലല്ലേ കേട്ടോ. ഇപ്പോൾ ഈ പടത്തിൽ നിങ്ങൾ നോക്കിയാൽ ഈ കാലിൻ്റെ
പാദം ഉപ്പൂറ്റിയുടെ ഭാഗം പൊങ്ങിയിരിക്കുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോം ഹീലുകൾക്കാണ്. അങ്ങനെയുള്ള ഹീലുകൾ ഇടുമ്പോൾ ആ അക്കില്ലസ് ടെൻഡൻ സ്ട്രെച്ച് ചെയ്യാതെ കുറച്ച് ലൂസായിട്ട് ഇരിക്കും. അപ്പോൾ നടക്കുമ്പോഴൊക്കെയുള്ള സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെയുള്ള വേദന കുറവായിരിക്കും. തുടർച്ചയായി ഈ രീതിയിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാൻ നമ്മൾ ടെൻഡിനൈറ്റിസ് ഉള്ളവരോട് പറയാറുണ്ട്. അപ്പോൾ ചെറിയൊരു കോഴ്സ് മരുന്ന്, ഫുട്വെയർ മോഡിഫൈ ചെയ്യുക, റെസ്റ്റ് കൊടുക്കുക, ടെൻഡിനൈറ്റിസിൻ്റെ വേദന ട്രിഗർ ചെയ്യുന്ന പ്രവർത്തികൾ, ഉപ്പൂറ്റി കുത്തിപ്പൊങ്ങുക, ഒത്തിരി അധികമായ വ്യായാമം, സ്റ്റെപ്പ് കയറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ലോക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ചൂട് വെക്കുക, ഓയിൻമെൻറ്റുകൾ പുരട്ടുക, ഇവയൊക്കെ വേദനയും നീരും കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ഫിസിയോതെറാപ്പി, സ്ട്രെച്ചിങ് എക്സർസൈസസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാലിൻ്റെ കാഫ് ഇങ്ങനെ പുറകോട്ടേക്ക് വലിച്ച് ആ ടെൻഡൻ സ്ട്രെച്ച് ചെയ്യുക, റിലീസ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, റിലീസ് ചെയ്യുക. തുടക്കത്തിലൊരു വേദനയുടെ ഒരു മരുന്നൊക്കെ കൊടുത്ത് ഒരു 3-4 ദിവസം കഴിഞ്ഞ് സ്ട്രെച്ചിങ് എക്സർസൈസ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ രോഗികൾക്കത് ടോളറേറ്റ് ചെയ്യാൻ ഇത്തിരി പാടാണ്. ഈ രീതിയിൽ നടക്കുന്ന രീതി, ഫുട്വെയർ, ഇതെല്ലാം മോഡിഫൈ ചെയ്തതിന് ശേഷവും വേദന മാറിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ നീര് വന്നിരിക്കുന്ന ടെൻഡനിലേക്ക് ചില കുത്തിവെപ്പുകൾ, അത് നീര് കുറയുന്ന രീതിയിലുള്ള ട്രൈയാംസിനലോൺ എന്നൊക്കെയുള്ള ചില സ്റ്റിറോയിഡിൻ്റെ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ കുത്തിവെക്കാറുണ്ട്. ഷുഗറൊന്നും ഇല്ല എന്നും ഉണ്ടെങ്കിൽ തന്നെ അത് കൺട്രോളാണ് എന്ന് ഉറപ്പാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. പിന്നെ ഒരു രക്ഷയുമില്ല, ഇതെല്ലാം ചെയ്തിട്ടും വേദന മാറുന്നില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോഴൊക്കെ സർജറി ചെയ്ത് ഈ ടെൻഡൻ റിലീസ് ചെയ്യുന്ന ചില പ്രൊസീജിയേഴ്സും ചെയ്യാറുണ്ട്. പക്ഷെ അത് വളരെ എഫിഷ്യൻ്റായിട്ടുള്ള, ഇത് കൈകാര്യം ചെയ്ത് ശീലമുള്ള നല്ല ഓർത്തോപീഡിക് ഡോക്ടർമാർ വേണം അത് കൈകാര്യം ചെയ്യാൻ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ലേ കേട്ടോ, വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരീരഭാരം കൂടുകയാണ് എങ്കിൽ അത്രയും ഭാരം ഈ ടെൻഡൻ താങ്ങേണ്ടി വരും. സ്റ്റെപ്പ് കയറുകയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഭാരം താങ്ങണം. എത്രയും പെട്ടെന്ന് കുറച്ച് വെയിറ്റ് കുറയ്ക്കുകയും കൂടെ ചെയ്താൽ അത്രയും പെട്ടെന്ന് ടെൻഡിനൈറ്റിസിനും ആശ്വാസം കിട്ടും. അപ്പോൾ ഹീലിട്ടുകൊണ്ട് നടന്നാൽ മാറുന്ന കാലുവേദന ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് അക്കില്ലസ് ടെൻഡിനൈറ്റിസ്. താങ്ക് യു.